ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSNLൻ്റെ ഒരു അപ്ഡേറ്റിനെ കുറിച്ച്. അപ്ഡേറ്റ് വെച്ചാൽ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ 499 പ്ലാനും അതുപോലെ 777 പ്ലാനും നമ്മുടെ നോർമൽ സ്പീഡിൽ നിന്ന് ഡബിൾ സ്പീഡിലേക്ക് ആക്കി തന്നിട്ട്. അതായത് 499 എന്ന് പറഞ്ഞ പ്ലാന് ശരിക്കും 20 MB/s ആയിരുന്നു സ്പീഡ്. അത് 50 MB/s ആക്കി. അതുപോലെ 777 പ്ലാൻ 50 MB/s ഉള്ളത് 100 MB/s ഒക്കെ ആക്കി തന്നിട്ട് കുറേ ന്യൂസ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ BSNL എൻ്റെ ഒഫീഷ്യലായിട്ട് ന്യൂസ് ഇതായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഇപ്പോൾ കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സും അതുപോലെയൊക്കെ ഈ ന്യൂസ് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പോൾ ഉള്ള ന്യൂസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് മുമ്പ് ചാനലിൽ പുതിയ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കാനൊന്നും മറക്കണ്ട. അതുപോലെ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പോകാനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നതാണ് ഇപ്പോൾ അവരുടെ നോർമൽ പ്ലാന്. ഇത് പോസ്റ്റ് പെയ്ഡ് പ്ലാനാണ്, ഇവരുടെ പ്രീ പെയ്ഡ് പ്ലാൻ ഇല്ല. അപ്പോൾ പോസ്റ്റ് പെയ്ഡ് എന്ന് ഇപ്പോൾ പ്ലാനുള്ളത് ഇത്രയധികം പ്ലാൻ ഉണ്ട്. 499 ഉണ്ട്, 629 ഉണ്ട്, 729 ഉണ്ട്, അതുപോലെ 779 ഉണ്ട്, 777 ഉണ്ട്, 849, 949, 1277, അതുപോലെ 2000 ഇയർലി, അതുപോലെ 2499 എന്നുള്ള പ്ലാനുണ്ട്. ഇതിപ്പോൾ ഇത് കോമൺ ആണ്. ഇതൊക്കെ ഇപ്പോൾ കേരളത്തിലത്തെ ഡീറ്റെയിൽസാണ് ഈ പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ നമ്മുടെ എന്താ പറയുക LCO തന്ന ഒരു ഫോമല്ല, ഒരു പരസ്യമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 779 94 പ്ലാനിനും നമ്മുടെ ഹോട്ട്സ്റ്റാർ പ്രീമിയം 1 ഇയർ ഇൻക്ലൂഡാണ്. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഒരു 2 months ആയിട്ടുണ്ട്. ഞാൻ പ്ലാൻ എടുത്തപ്പോൾ എനിക്ക് 77 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു ഹോട്ട്സ്റ്റാർ പ്രീമിയം ഉണ്ടായിരുന്നു. അത് നമുക്ക് 1 year കിട്ടുന്ന അങ്ങനെയല്ല ഒരു ചിന്ത. ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ മാസം അവർ അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആ മാസത്തിൽ വെച്ചാൽ പ്ലാൻ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ അതോടെ നിർത്തുന്നു. അങ്ങനെയാണ്. ഇപ്പോൾ 1 yearൻ്റെ നമുക്ക് ഫുൾ സബ്സ്ക്രിപ്ഷൻ കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഈ മാസം തൊട്ട് ഞാൻ പ്ലാൻ മാറ്റി. അപ്പോൾ ഞാൻ 777ലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണും 777 50 MB/s ആണ്, 500 GB. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 MB/s ആണ്. അപ്പോൾ റീസെൻ്റ്ലി അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ 50 MB/s ഉള്ളത് 100 MB/s, അതുപോലെ നമ്മുടെ FUB കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 MB/s ഉള്ളത് 5 MB/s ആകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്കെന്താ കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് 1000 ദിവസം മാത്രം അങ്ങനെ അത് കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ പഴയതിലേക്ക് തന്നെ മാറി. അപ്പോൾ അതിൻ്റെ ഞാൻ ഇതിപ്പോൾ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ദിവസം സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇതിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അത് എൻ്റെ മൊബൈലിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സ്പീഡ് ടെസ്റ്റ്. അതുപോലെ ജസ്റ്റ് ഒരു വീഡിയോ മാത്രം എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം കിട്ടുന്ന ചോദിച്ചു. പക്ഷേ അടുത്ത ദിവസം അത് മാറിപ്പോയി. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു സ്പീഡ് ടെസ്റ്റും ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം. നമുക്കിപ്പോൾ ഇതിൽ നമ്മുടെ പ്രൊഫൈലിൽ BSNL സൈറ്റിൽ കാണാൻ പറ്റും. ഇപ്പോൾ പ്ലാൻ 500 GB CUL CS353 പ്ലാൻ ആയിട്ടുണ്ട്. ഇത് 50 MB/s ഇവർ റിലീസ് ചെയ്തേക്കുന്നത്. ഇപ്പോഴാണ് ചേഞ്ച് ആയിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ചേഞ്ച് ആയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ ചേഞ്ച് ആയിട്ടുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്യുക ഉപയോഗിക്കുന്നവർ. അപ്പോൾ ഞാൻ നമ്മുടെ ചേഞ്ച് ഓഫ് താരിഫ് പ്ലാൻ വഴിയാണ് അപ്പോൾ ചേഞ്ച് ചെയ്ത് തന്നെ. പക്ഷേ എനിക്ക് 1 hour തന്നെ ചേഞ്ച് ആയി തന്നെ. അപ്പോൾ തന്നെ ചേഞ്ച് ആയി. പക്ഷേ മെസ്സേജ് ഒന്നും വന്നില്ല. പക്ഷേ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്പീഡ് ടെസ്റ്റ് നോക്കി എനിക്ക് 1000 ദിവസം മാത്രം ഒരു 100 MB/s മുകളിൽ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടു സ്പീഡ് നല്ല വേരിയേഷൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യുന്നത് ടൈം ഒരു 7 മണി ആ റേഞ്ചാണ്. അപ്പോൾ നല്ല വേരിയേഷൻ വരുന്നുണ്ട്. നേരത്തെ ഗൂഗിളിൽ കാണിക്കുന്നുണ്ടാകുന്നത് 10 MB/s. പക്ഷേ ഊക്ലയിൽ കാണിക്കുന്നത് 70 റേഞ്ചിലൊക്കെയാണ്. ഇന്ന് സംഭവം ഈ ടൈമിൻ്റെയാണ്. എനിക്ക് പക്ഷേ 1000 ദിവസം മാത്രം ഒരു 115 കിട്ടുന്നതാണ്, രണ്ടും അപ്ലോഡും ഡൗൺലോഡും. ഇതിപ്പോൾ ഇത്ര ദിവസം 55 ടച്ച് ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ 50ൻ്റെ മുകളിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ അപ്ലോഡും ഒരു 84 വരുന്നുണ്ട്, 85, 76. എന്തായാലും 50ൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും 100 പറയാനും പറ്റില്ല. അത് എന്ത് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഇത് ഞാൻ ഇപ്പോൾ നമ്മുടെ BSNLൻ്റെ എൻ്റെ ഏരിയയിലത്തെ ഇതിൽ നിന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും വലിയ പിടിയൊന്നുമില്ല. ഞാൻ എന്നിട്ട് അവർ കസ്റ്റമർ കെയർ നമ്പർ തന്നു. പക്ഷേ കസ്റ്റമർ കെയർ നമ്പറൊന്നും എടുക്കുന്നില്ല. അത് വേറെ കാര്യം. അപ്പോൾ ഞാനിപ്പോൾ ന്യൂസ് കാണിച്ചാൽ അതിപ്പോൾ ഇന്ത്യ ടുഡേക്ക് ന്യൂസ് കിട്ടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്ലാൻ റീവാമ്പ് ചെയ്തിട്ട് 777 എന്ന് പറഞ്ഞ പ്ലാന് അവർ ഓൾറെഡി 100 MB/s മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ടുഡേ ന്യൂസാണ്. അപ്പോൾ എന്തായാലും
മാറ്റിയതുള്ള ഒറിജിനൽ തന്നെ ആയിരിക്കാം. അപ്പോൾ അതാ ഒരു പ്രൊമോഷണൽ പോലെയാണ്, 3 മാസത്തേക്ക് ഇങ്ങനെ നീട്ടിയിട്ട് പറഞ്ഞിട്ട് ഇവരുടെ കണക്ഷൻസ് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ 499 മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കാണാം, അത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ന്യൂസാണ്. അതാ നിങ്ങൾക്ക് ഇവിടെ കാണാം 499 പ്ലാൻ 20 MB/s ആയിരുന്നു, അത് 100 MB/s ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതും അതുപോലെ കുറച്ച് പ്ലാൻ അവർ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തേക്കുന്നതാണ്. അത് 3GB ഉള്ള 519 100 MB/s ആക്കിയിട്ടുണ്ട്. 3GB ടൈപ്പ്, അതുപോലെ 600 GB, 500 GB, അത് 750 GB. അപ്പോൾ ഇതൊക്കെ അവർ റീവാമ്പ് ചെയ്തെന്നാണ് പറയണത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ 779 പ്ലാനോ അതോ 499 പ്ലാനോ ഉപയോഗിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ആദ്യ ദിവസം കിട്ടിയിരുന്നു, പക്ഷേ അടുത്ത ദിവസം തൊട്ട് മാറിപ്പോയി. ഇങ്ങനെ ഞാൻ കുറേ കേൾക്കുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ നോക്കിയപ്പോൾ സംഭവം മറ്റേ ന്യൂസ് ഒറിജിനൽ തന്നെയാണ് വെച്ചാൽ വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ന്യൂസ് സൈറ്റിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ സ്പീഡ് ടെസ്റ്റ് വെച്ച് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഒന്ന് വേറൊരു സൈറ്റിൽ കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്തായാലും. പിന്നെ എനിക്ക് ഈ സമയത്ത് കുറച്ച് വേരിയേഷൻ വരാറുണ്ട്. 7 മണി to 8 മണി വരെ ഒരു ഫുൾ സ്പീഡ് കിട്ടാറില്ല. എന്നാലും ഞാൻ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നോക്കുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ദിവസത്തെ കിട്ടിയ എൻ്റെ സ്പീഡ് കിട്ടുന്നറില്ല, ഒരു 55 തന്നെ മാക്സിമം പോകാറുള്ളൂ. ഇതിലിപ്പോൾ നമ്മൾ നെറ്റ്ഫ്ലിക്സിൻ്റെ കയറിയിട്ടുണ്ട്, അതിലിപ്പോൾ 44 കിട്ടുന്നുള്ളൂ. നമ്മുടെ ഭയങ്കര വേരിയേഷൻ വരുന്നുണ്ട്. 33 ആയി. നേരത്തെ ഇതിൽ കാണിച്ചത് എന്താ പറയുക 60 ഒക്കെയാണ്, അതേപോലെ ഗൂഗിളിൽ കാണിച്ചത് 10 എന്താ സംഭവം. അതിൽ 28 കാണിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി നോക്കാം. ലൈറ്റൻസി 18, അപ്ലോഡും ഏകദേശം 60-65 കയറി പോകുന്നുണ്ട്. ഇത് എനിക്ക് എന്തായാലും ഈ ടൈമിൽ ഒരു വേരിയേഷൻ വരാറുണ്ട്. ഒരു നോർമൽ സ്പീഡായിട്ട് 50% കിട്ടാറുള്ളൂ, ഒരു 7 മണി റേഞ്ചിൽ. ട്രാഫിക് കൂടുതലുള്ള ടൈം ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഞാൻ 3-4 ദിവസം നോക്കിക്കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത്. പക്ഷേ 55 മുകളിൽ കിട്ടാറില്ല. 100 MB/s റീവാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ന്യൂസ് കേട്ടെന്ന് പറഞ്ഞു വെച്ചപ്പോൾ ഇനിയിപ്പോൾ ഈ പുതിയ യൂസേഴ്സ് നമ്മുടെ ഇപ്പോൾ 799 എടുക്കുന്ന പുതിയ യൂസറും അതുപോലെ 499 എടുക്കുന്ന പുതിയ യൂസർമാർക്ക് മാത്രമേ ഈ ഓഫർ ബാധകമായുള്ളൂ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉറപ്പൊന്നുമില്ല. ഞാൻ ഇപ്പോൾ BSNL ചോദിച്ചപ്പോൾ അവർക്കും വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ അതാണ് ഇഷ്യൂ. അപ്പോൾ നിങ്ങൾക്ക് വല്ല ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.